എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വൈറൽ റെസിപ്പി തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. കുക്കുംബർ സാലഡാണ്. ഇപ്പം വൈറലായി നിൽക്കുന്ന ഒരു സാലഡ് റെസിപ്പി തന്നെയാണ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുക്കുംബർ തന്നെയാണ്. കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് എന്തുമാത്രം സാലഡ് വേണോ അതിനനുസരിച്ചുള്ള കുക്കുംബർ എടുക്കുക. എന്നിട്ട് നമ്മളൊരു ചോപ്പർ വെച്ചിങ്ങനെ അതിനെ നല്ല തിന്നാക്കി, അതായത് ഒട്ടും കട്ടിയില്ലാതെ തന്നെ അതിനെ നമുക്ക് ചീകിയെടുക്കണം. കണ്ടോ, ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ചീകിയെടുക്കാൻ. ഞാനിപ്പോൾ ഒരു 3 കുക്കുംബർ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തൈര് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഏകദേശം ഇങ്ങനത്തെ 3-4 തവി തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇതിനകത്ത് ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ ഇത്രയും തൈരിന് 1 ടീസ്പൂൺ പഞ്ചസാരയും വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഇറ്റാലിയൻ സീസണിംഗ് ആണ്. അത് നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക്, ഏകദേശം 1 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂൺ സോയാ സോസ്, ഇത്രയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയും അവസാനമായി ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ വെളുത്ത എള്ളും അതിനോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് നല്ലതായി യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം സാലഡിനുള്ള ആ ഒരു കാര്യങ്ങൾ തയ്യാറായിട്ടുണ്ട്. ഇനിയും ചേർത്ത് കൊടുക്കണം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുക്കുംബറാണ്. അതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതായി യോജിപ്പിച്ചെടുക്കണം. ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡ് റെസിപ്പി തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടമാകുകയും ചെയ്യും. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.